CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് ദേശീയ തലത്തിൽ നടത്തുന്ന പ്രക്ഷോഭ പ്രചരണത്തിൻ്റെ ഭാഗമായി പാർട്ടി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലയിലും വാഹന ജാഥകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റിൻ്റെ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിനെതിരായിട്ടും തീവ്ര വർഗീയവൽക്കരണത്തിനും എതിരായിട്ടാണ് ഈ പ്രചരണം നടക്കുന്നത്. അതിൽ CPIM 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ദേശീയ തലത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ നിയമത്തെ നിഷേധിച്ചുകൊണ്ട് പൊതുവിതരണ സമ്പ്രദായം BJP സർക്കാർ അട്ടിമറിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന ഭക്ഷ്യവിഹിതം ഗണ്യമായി വെട്ടിക്കുറക്കുകയും സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം തകർക്കുകയും ചെയ്യുന്ന സമീപനമാണ് കേന്ദ്രത്തിൽ BJP സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി കേരളത്തിൽ നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന അരിവിഹിതം 2 ലക്ഷം മെട്രിക് ടൺ അരി കേരളത്തിൽ കുറവ് വരുത്തിയിരിക്കുകയാണ്. ഇത് കേരളത്തിൽ എല്ലാവർക്കും ആളോഹരി ഭക്ഷ്യവിഹിതം 5 കിലോ പോലും നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ വെട്ടിക്കുറവിൻ്റെ ഫലമായി സംഭവിച്ചിരിക്കുന്നത്. ഇത് പുനഃസ്ഥാപിക്കണം എന്നതാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പഞ്ചസാരയും മണ്ണെണ്ണക്കും നൽകിക്കൊണ്ടിരുന്ന സബ്സിഡി പിൻവലിച്ചിരിക്കുകയാണ്. പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി ഈ മണ്ണെണ്ണയും പഞ്ചസാരയും വിതരണം ചെയ്യേണ്ടതില്ല എന്ന കേന്ദ്ര ഗവൺമെൻറ് തീരുമാനം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. രണ്ടാമതായി പാർട്ടി ആവശ്യപ്പെടുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, ഇതിനു വേണ്ടി ഉള്ള തുക വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ആനുപാതികമായി ഓരോ വർഷവും നടത്തേണ്ടുന്ന വർധനവ് വരുത്താത്തതിൻ്റെ ഫലമായി പ്രതിവർഷം ചുരുങ്ങിയത് 100 ദിവസം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള തുക കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല. ചുരുങ്ങിയത് 100 ദിവസമെങ്കിലും ഈ പദ്ധതി പ്രകാരം തൊഴിൽ കിട്ടാനുള്ള തുക സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കണം എന്നതാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. മൂന്നാമത്, കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വകാര്യവൽക്കരണ പദ്ധതികൾ ഉപേക്ഷിക്കണം. ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഫലമായി SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും OBC വിഭാഗത്തിൽപ്പെട്ടവർക്കും ലഭ്യമാകേണ്ട തൊഴിലവസരങ്ങൾ ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ഈ ദുർബല ജനവിഭാഗങ്ങളിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ജോലി ലഭ്യമാക്കണമെങ്കിൽ സ്വകാര്യവൽക്കരണ നീക്കം BJP സർക്കാർ പൂർണ്ണമായി ഉപേക്ഷിക്കണം. നാലാമതായി പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് BJP സർക്കാർ കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കണം. അന്ന് BJP മാനിഫെസ്റ്റോവിൽ പറഞ്ഞത് കൃഷിക്കാർ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന തുകയുടെ 1.5 ഇരട്ടി തുക തത്തുല്യമായ തുക നൽകി താങ്ങുവില നിശ്ചയിക്കും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് എന്ന് BJP പ്രഖ്യാപിച്ചിരുന്നു. ഈ വാഗ്ദാനം ഇതുവരെ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. ഇതിൻ്റെ ഫലമായി കാർഷിക മേഖല ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. അടിയന്തര സഹായം എന്നുള്ള നിലയിൽ
എല്ലാ കാർഷിക കടങ്ങളും കേന്ദ്ര ഗവൺമെൻറ് എഴുതിത്തള്ളണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ദേശീയ തലത്തിൽ നടക്കുന്ന പ്രക്ഷോഭണം കേരളത്തിൽ വിപുലമായ പ്രചാരണ പ്രക്ഷോഭം എന്നുള്ള നിലയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കൂടുതൽ വിപുലമായ നിലയിൽ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും എത്തിച്ചേരുന്ന വിധത്തിലായിരിക്കും ഈ പ്രചരണ പരിപാടി ഒരാഴ്ചക്കാലം സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിൻ്റെ 1ാം വാർഷികം മെയ് 25-നാണ്. 25 മുതൽ ഒരാഴ്ചക്കാലം വാർഷിക പരിപാടികൾ സംഘടിപ്പിക്കാൻ LDFൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനം വിജയിപ്പിക്കാൻ എല്ലാ പാർട്ടി ഘടകങ്ങളും വർഗഭോജന സംഘടനകളും രംഗത്തിറങ്ങണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ഒരു വർഷക്കാലത്തെ LDF സർക്കാർ ജനക്ഷേമകരമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ പ്രത്യേകമായി ഇടപെടാനും പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും നേരത്തെ തുടങ്ങി വന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് പ്രവർത്തനം വഴി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാവർക്കും വീട് കൊടുക്കുന്ന പദ്ധതി, ലൈഫ് പദ്ധതി, അത് വീടില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് വലിയധികം പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഹരിത കേരളം പദ്ധതി കാർഷിക മേഖലയെ സമുദ്ധരിക്കാനും കേരളത്തിൽ ജലസ്രോതസ്സുകൾ മാലിന്യ വിമുക്തമാക്കാൻ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി വലിയ ഒരു ജനകീയ പദ്ധതിയായി മാറ്റണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയിൽ പ്രാദേശികമായി PTA ചേർന്ന് സഹകരിച്ച പദ്ധതി വിജയമാക്കണം. ഒരു സ്കൂൾ നവീകരണത്തിന് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ PTA സമാഹരിക്കുന്ന തുകയുടെ തത്തുല്യമായ തുക സംസ്ഥാന ഗവൺമെൻറ് ആ സ്കൂളിന് നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമാവധി ഒരു സ്കൂളിന് ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുക 1 കോടി രൂപ വരെ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതി ഏറ്റെടുത്ത് കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പാർട്ടി പ്രവർത്തകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഈ പ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാകണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതി, അതിൻ്റെ ഭാഗമായി ഓരോ ആശുപത്രികളും ഉള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ ആശുപത്രി വികസന സമിതിയുമായി ചേർന്ന് പാർട്ടി ഘടകങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഭാഗമായി പാർട്ടി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജലസ്രോതസ്സുകൾ മാലിന്യ വിമുക്തമാക്കുന്ന പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് ഒരു ലോക്കലിൽ ഒരു പദ്ധതിയെങ്കിലും പാർട്ടി എന്നുള്ള നിലയിൽ ഏറ്റെടുക്കണം. ബഹുജനങ്ങളെ അണിനിരത്തി ആ ജലസ്രോതസ്സുകൾ മാലിന്യ വിമുക്തമാക്കാനുള്ള പ്രവർത്തനത്തിൽ പാർട്ടി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യണം. അങ്ങനെ ഒരു വിപുലമായ ബഹുജന പങ്കാളിത്തമുള്ള പ്രവർത്തനങ്ങളാക്കി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതികളെ മാറ്റണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. LDF ഗവൺമെൻറ് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നാട്ടിൽ ചർച്ചാ വിഷയമാകാതിരിക്കാൻ ബോധപൂർവം ഗവൺമെൻറ്റിനെ എതിർക്കുന്ന UDFും BJPയും
കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ സർക്കാർ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കെണിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആശ്വാസം കൊടുക്കുന്ന പദ്ധതിയാണ് ഇന്നലെ പ്രഖ്യാപിച്ച പദ്ധതി. 9 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കന്മാർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് ഇന്നലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. 900 കോടി രൂപയുടെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം കുറേ കാലമായി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം, കടക്കെണിയിലായ വിദ്യാർത്ഥികൾ, തൊഴിലന്വേഷകർ അവർ നേരിടുന്നൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ LDF ഗവൺമെൻറ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ LDF ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്തവണത്തെ LDF ഗവൺമെൻറ് മുൻഗണന കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ 2 വർഷത്തെ ബഡ്ജറ്റിലും SC/ST ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ്. അതിൻ്റെ ഭാഗമായി സമൂഹത്തിൻ്റെ സാധാരണ പുരോഗതി ആർജിച്ച ജനവിഭാഗങ്ങളോടൊപ്പം SC/ST ജനവിഭാഗം ഇപ്പോഴും എത്തിയിട്ടില്ല. അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെന്ന ലക്ഷ്യമാണ് LDF ഗവൺമെൻറ് ഉള്ളത്. ഈ സർക്കാരിൻ്റെ മുൻഗണന കൊടുക്കുന്നൊരു മേഖലയായി നേരത്തെ തന്നെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് കൂടുതൽ പദ്ധതികൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5000 വീടുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3.5 ലക്ഷം രൂപ ഒരു വീടിന് നൽകിക്കൊണ്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു വർഷം 5000 വീടുകളൊരു ജില്ലയിൽ പട്ടികവർഗ മേഖലയിൽ പ്രഖ്യാപിക്കുന്നത്. ഇതെല്ലാം ഈ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. പട്ടികവർഗ വിഭാഗത്തിൽ സ്കൂളിൽ പോകാത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും സ്കൂളിലെത്തിക്കാനുള്ള പദ്ധതി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെയാണ് അംഗപരിമിതരായവരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് കേരളം ഒരു അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. LDF ഗവൺമെൻറ് മുൻകാലങ്ങളിൽ അധികാരത്തിലിരുന്ന കാലത്ത് ചില പ്രത്യേക നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞതുപോലെ ഈ ഗവൺമെൻറ്റിനും ആ ഒരു ലക്ഷ്യമാണുള്ളത്. മത്സ്യത്തൊഴിലാളി മേഖല സമൂഹം നേടിയ പൊതുപുരോഗതിക്കൊപ്പം ഉയരാത്തൊരു മേഖലയാണ്. അവിടെയും ശ്രദ്ധ പതിപ്പിക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് വേണ്ടിയാണ് വനിതാക്ഷേമ വകുപ്പ് രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നടത്തുന്ന പദ്ധതികളാകാൻ ജനങ്ങൾക്കിടയിൽ എത്തിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അത്തരം പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കാനും LDFനെ തന്നെ ശിഥിലീകരിക്കാനും ഉള്ള വിധത്തിലുള്ള പ്രചരണ പരിപാടികളാണ് UDFും BJPയും ബോധപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഉദ്ദേശമൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. വിവിധ കക്ഷികളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രായോഗികമായ നടപടികൾ സ്വീകരിക്കണം. ശത്രുവർഗത്തിന് മുതലെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. സമീപകാലത്ത് LDFിലെ ഘടകകക്ഷികൾ പരസ്യമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന അവസ്ഥയുണ്ടായിരുന്നു.
അത്തരം അഭിപ്രായ പ്രകടനങ്ങളെ സംബന്ധിച്ച് LDF-നകത്തും വിവിധ പാർട്ടികൾ തമ്മിലും ഉഭയകക്ഷി ചർച്ച നടത്തി ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LDF-നകത്ത് ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. കൂടുതൽ യോജിച്ച പ്രവർത്തനങ്ങൾ നടത്താനുള്ള നടപടികൾ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും LDF-ൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയം കണക്കിലെടുത്താലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയാണ് ശക്തിപ്പെടുത്തേണ്ടത്. ഇടതുപക്ഷ പാർട്ടികൾ തമ്മിൽ കൂടുതൽ യോജിപ്പ് വളർത്തിയെടുക്കുകയാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ CPM-ഉം CPI-യും കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അത്തരം യോജിപ്പിന് വിഘാതമായി വരുന്ന ഒരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. രണ്ട് പാർട്ടികളായിട്ടും വ്യത്യസ്ത പാർട്ടികളായിട്ടും പ്രവർത്തിക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. അത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അത് ഓരോ പാർട്ടികൾക്കും അവരുടേതായ നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് മുന്നണിക്ക് സഹായകമായ വിധത്തിലും മുന്നണി ബന്ധം ശക്തിപ്പെടുന്ന വിധത്തിലും ഉപയോഗപ്പെടുത്താനാണ് ഓരോ കക്ഷികളും ശ്രമിക്കേണ്ടത്. അത്തരത്തിലുള്ള സമീപനം തുടർന്ന് സ്വീകരിക്കണമെന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച് അംഗീകരിച്ച പ്രമേയത്തിനകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ സമീപകാലത്ത് വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുന്ന പ്രശ്നം മൂന്നാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. മൂന്നാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ ഏകോപിതമായ നിലപാടുണ്ട്. അത് LDF-ൻ്റെ മാനിഫെസ്റ്റോവിൽ വ്യക്തമാക്കിയ കാര്യമാണ്. നിയമവിരുദ്ധമായി ഭൂമി കൈവശം വെക്കുകയും സർക്കാർ ഭൂമി കയ്യേറുകയും ചെയ്തിട്ടുള്ള വൻകിട തോട്ട ഉടമകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. അവരുടെ കൈവശമുള്ള അത്തരം ഭൂമി പൊതു ആവശ്യങ്ങൾക്കും ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നതിനും ഉപയോഗപ്പെടുത്തും. ഇതാണ് LDF പ്രകടന പത്രികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1/1/1977 മുമ്പുള്ള മുഴുവൻ കുടിയേറ്റ കർഷകർക്കും റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള ഭൂമിയിൽ 4 ഏക്കർ വരെ ഉപാധിരഹിതമായി പട്ടയം നൽകും. പട്ടയം ലഭിക്കാനുള്ള 1 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നടപടി സമയബന്ധിതമായി സ്വീകരിക്കും. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമിയും അനുബന്ധ രേഖകളും നൽകും. LDF-ൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ഈ കാര്യം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടപടികൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ മുൻഗണന 1 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. അത്തരം അർഹരായ ആളുകൾക്ക് പട്ടയം ലഭ്യമാകുന്നതോടുകൂടി ആരാണ് അനധികൃതമായ ഭൂമി കൈവശം വെച്ചവർ എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെടും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയാണ് ഇപ്പോഴുള്ള അവിടുത്തെ വിവാദങ്ങളും പ്രശ്നങ്ങളും അതിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടയ വിതരണം പൂർണ്ണതയിലെത്തിക്കാനാണ് ഗവൺമെൻറ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ മെയ് മാസം 21-ന്
മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള പട്ടയ വിതരണ മേള ഇടുക്കിയിൽ സംഘടിപ്പിക്കാൻ പോവുകയാണ്. മറ്റ് ജില്ലകളിലും പട്ടയ വിതരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി LDF-നകത്ത് അഭിപ്രായ വ്യത്യാസമാണെന്നും മറ്റും വരുത്തി തീർക്കാൻ നടത്തുന്ന പരിശ്രമങ്ങൾ അതിൽ ആരും ഭാഗവാക്കാകേണ്ടതില്ല എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റും മുന്നണിയും ഏകോപിതമായി പ്രവർത്തിച്ചുകൊണ്ട് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണമെന്നതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചയിൽ ഫലമായി തീരുമാനിച്ചിരിക്കുന്ന കാര്യം. ഇത്രയും കാര്യമാണ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. അത്തരം പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഞങ്ങളും CPI തമ്മിൽ ചർച്ച നടത്തിയ കാര്യങ്ങളാണ്. അപ്പോൾ ഉഭയകക്ഷി ചർച്ചയിൽ തന്നെ ഉഭയകക്ഷി ചർച്ച നടത്തിയ സന്ദർഭത്തിൽ ഞങ്ങൾ ധാരണയായതാണ്. അത് സംബന്ധിച്ച് നയപരമായ പ്രശ്നങ്ങളിൽ രണ്ട് പാർട്ടികൾക്കും തമ്മിൽ മറ്റഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇപ്പോഴില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു തർക്കം CPIയും CPM-ഉം തമ്മിൽ ഇപ്പം നിലനിൽക്കുന്നില്ല. നേരത്തെ അത്തരത്തിലുള്ള ചില പരസ്യ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ശേഷം അവർ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് ഞങ്ങൾക്ക് CPM-ഉമായിട്ട് തർക്കമൊന്നുമില്ല, ഗവൺമെന്റുമായി ചില കാര്യങ്ങളിൽ വികതയുണ്ടത് മുഖ്യമന്ത്രിയുമായി കൂടി സംസാരിക്കണമെന്നാണ് അന്ന് മാധ്യമത്തിലുള്ള പറഞ്ഞത്. അപ്പോൾ അത്തരം സാഹചര്യം അത് CPI അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ ചർച്ച ചെയ്യാറുണ്ട്, പാർട്ടി തലത്തിലും ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ചർച്ചയ്ക്ക് യാതൊരു തടസ്സവും CPM-ൻ്റെ ഭാഗത്തും ഇല്ല, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇല്ല. ഏത് അല്ല, അവരത് പറഞ്ഞത് അവിടെയുള്ള ഒഴിപ്പിക്കൽ നടപടി സംബന്ധിച്ചിട്ടാണ് CPI പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം പറഞ്ഞിട്ടല്ല ആ പ്രമേയം. ആ പ്രമേയം ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെ പറ്റിയിട്ടുള്ള പ്രമേയമല്ല. പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്ന ഒഴിപ്പിക്കൽ നടപടിയെ സംബന്ധിച്ചാണ്. ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് CPM-ൻ്റെ നിലപാട്. അപ്പോൾ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുന്നതിനെ പറ്റി വ്യത്യസ്ത അഭിപ്രായം CPI CPM കക്ഷികൾക്ക് തമ്മിലില്ല. അങ്ങനെയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള വാർത്തകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാർത്തകൾക്ക് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അത് സംബന്ധിച്ച് ഒരാക്ഷേപം മാത്രമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അത് ആ കുരിശ് തകർത്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിലാണ് ഇത് സംബന്ധിച്ചൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായത്. കുടിയേറ്റക്കാരായാലും അല്ല, അത് ഒഴിപ്പിക്കുന്നതിന് അതിൻ്റെതായ രീതിയിൽ അത് ഒഴിപ്പിക്കാം. ഇപ്പം അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെൻറ് ചെയ്യാം. ആ സ്ഥലമാണ് നമുക്ക് ഒഴിപ്പിച്ചെടുക്കേണ്ടത്. ഈ കുരിശ് കൈക്കലാക്കിയല്ല വേണ്ടത്. ആ സ്ഥലം നമ്മുടെ കൈവരിശാക്കുകയാണ് വേണ്ടത്. അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. അതിന് പകരം ഈ ടെലിവിഷൻ ചാനലുകളെയും കൂടിയൊക്കെ അവിടെ കൊണ്ടുപോയി ലോകവ്യാപകമായി ഇത്തരം ഒരു പ്രചരണം നടത്തുന്ന വിധത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടതില്ലായിരുന്നു. മറ്റു തരത്തിൽ തന്നെ അത് കൈകാര്യം ചെയ്യാം. ആ സ്ഥലം നമ്മുടെ കൈവശാക്കുന്നതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. 1912 അവസാനമായിട്ട് ഇടുക്കിയിലും പൂർണ്ണമായിട്ടുള്ള സർവേ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വിപുലമായ പട്ടയമേളകളിലൂടെ പട്ടയം കൊടുക്കാൻ പറ്റുന്നത്? രണ്ടാമത്തെ കാര്യം, 2008 അല്ല, ഒന്ന് ചോദിക്കുക, രണ്ടും ഒന്നിച്ച് പറയാൻ വിഷമാണ്. ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ അല്ല, നിങ്ങൾ രണ്ടും മൂന്നും ചോദിച്ചാൽ ഒന്നിനും ഉത്തരം ഇല്ലാണ്ടാവും.
അത് ഒന്ന് ചോദിക്കുക, എന്നിട്ട് രണ്ടാമതിൽ വരാം. 2008 പോലും പട്ടയം കൊടുത്തിട്ടുള്ളവർക്ക് ഭൂമി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ സംയുക്ത വെരിഫിക്കേഷൻ നടത്തി വനം വകുപ്പും റവന്യൂ വകുപ്പും കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടയം കൊടുക്കുന്നത്. തർക്കമുള്ള ഭൂമികളിലല്ല പട്ടയം കൊടുക്കുന്നത്. രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള സംയുക്ത പരിശോധനയിൽ വ്യക്തമായിട്ടുള്ള നിലപാട് എടുത്തു കഴിഞ്ഞ ഭൂമിയാണ് പട്ടയം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്നും യാതൊരു തർക്കവും അവിടെ ഇല്ല. അതെ, ആ പട്ടയം കൊടുത്ത ആളുകൾക്ക് ഭൂമി കിട്ടാത്ത പ്രശ്നം അത് പ്രത്യേകം പരിശോധിക്കേണ്ട പ്രശ്നമാണ് എന്താണെന്നുള്ളത്. അല്ല, അങ്ങനെ CPI പറഞ്ഞിട്ടില്ല. CPM കയ്യേറ്റക്കാരുടെ പാർട്ടിയാണ് എന്നൊരു പ്രസ്താവന CPI ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുത്താൻ, അവരങ്ങനെ പറഞ്ഞതായിട്ട് വരുത്താൻ നിങ്ങൾ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അത് അവരങ്ങനെ പറയാത്ത കാര്യം CPI അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. CPI കയ്യേറ്റക്കാരുടെ പാർട്ടിയല്ല, CPM കയ്യേറ്റക്കാരുടെ പാർട്ടിയല്ല. കാരണം ഇവിടെ തന്നെ ദേവികുളത്ത് ഒരു ഒഴിപ്പിക്കൽ നടപടിക്ക് വേണ്ടി സബ് കളക്ടർ പോയി. അതാണല്ലോ ഒരു വിവാദപരമായത്. ആ പോയ സന്ദർഭത്തിൽ ഒരു 10 സെൻറ്റോളം ഭൂമി ഒരു മുൻ ഉദ്യോഗസ്ഥൻ കയ്യേറിയ സ്ഥലമാണ് ഒഴിപ്പിക്കാൻ വേണ്ടി പോയത്. ആ ഒഴിപ്പിക്കാൻ പോയ സന്ദർഭത്തിൽ അവിടെയുള്ള പ്രാദേശികമായ കുറച്ച് ആളുകൾ അതിനെ തടഞ്ഞു. അതാണ് വിവാദം ഉണ്ടായത്. പക്ഷേ അത് കയ്യേറ്റ ഭൂമി തന്നെയായിരുന്നു എന്ന് CPM കണ്ടെത്തി. അവിടെയുള്ള MLA ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കന്മാർ പോയി ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാരെ തടസ്സപ്പെടുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും അവിടെ കെട്ടിയിട്ടുള്ള ആ സംവിധാനം, ഒരു ഷെഡ് പൊളിച്ചു മാറ്റാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അവിടെ കൂടി ജനങ്ങൾ തന്നെ ചേർന്നുകൊണ്ട് ആ ഷെഡ് പൊളിപ്പിക്കുകയും ചെയ്യും. എവിടെയാണ് CPM കയ്യേറ്റത്തെ ഒഴിപ്പിക്കാൻ വേണ്ടി പോയത് തടഞ്ഞിട്ടുള്ളത്? CPM അവിടെ ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് അത് ഒഴിപ്പിക്കൽ ശരിയാണ് എന്നുള്ളതാണ്. ഒരു സ്ഥലത്തും അത്തരമൊരു തെറ്റായ നിലപാട് CPMന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ പ്രചരണം ഇങ്ങനെ നടത്തുന്നുണ്ട്. ആ പ്രചരണം വസ്തുതാപരമായിട്ടുള്ള പ്രചരണമല്ല. അവിടെ കയ്യേറിയിട്ടുള്ള എല്ലാ കയ്യേറ്റങ്ങളിൽ പ്രധാനമായിട്ട് ഒഴിപ്പിക്കാൻ മുൻഗണന കൊടുക്കേണ്ടത് വൻകിട കയ്യേറ്റങ്ങളാണ്. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുമ്പത്തെ VS ഗവൺമെൻറ് കാലത്തും മുൻഗണന കൊടുത്ത് ചില നടപടികൾ സ്വീകരിച്ചിരുന്നത്. UDF ഗവൺമെൻറ് വന്നപ്പോൾ യാതൊരു നടപടിയും അവിടെ സ്വീകരിച്ചിട്ടില്ല. യഥേഷ്ടം കയ്യേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ആ കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ പണിയാണ് ഇപ്പോൾ LDFനുള്ളത്. LDF ഗവൺമെൻറ് വന്ന ഈ 11 മാസത്തിനിടയിൽ പുതിയ യാതൊരു കയ്യേറ്റവും നടന്നതായിട്ട് റിപ്പോർട്ടില്ല. മുൻകാലത്ത് നടത്തിയിട്ടുള്ള കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ ഒഴിപ്പിക്കേണ്ടുന്ന സ്ഥിതി അവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുമ്പോൾ വൻകിട കയ്യേറ്റം അതേതെല്ലാമാണെന്ന് കണ്ടെത്തി കയ്യേറ്റ ഭൂമി ഏതാണെന്നുള്ളത് നിശ്ചയിക്കണം. ആ കയ്യേറ്റ ഭൂമി ഇന്ന ഭൂമിയെല്ലാം കയ്യേറ്റ ഭൂമിയാണ് എന്ന് വ്യവസ്ഥപ്പെടുത്തി അത് ഓരോന്നും ഒഴിപ്പിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അതിന് ജനങ്ങളുടെ പിന്തുണയും കിട്ടും. ജനങ്ങളെയും കൂടി സഹകരിപ്പിക്കണം, മാധ്യമങ്ങളെ സഹകരിപ്പിക്കണം, ഉദ്യോഗസ്ഥന്മാരെ ഏകോപിതമായിട്ട് നിർത്തണം. അങ്ങനെ മൊത്തം നമ്മുടെ സമൂഹത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് വിവാദമുണ്ടാക്കി ചെയ്യേണ്ടുന്ന കാര്യമില്ല. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പം മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ, ഉദ്യോഗസ്ഥ യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. ആ തരത്തിൽ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഒഴിപ്പിക്കൽ നടപടി തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടും ഗവൺമെൻറ് ഭാഗത്ത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മൂന്നാറിൽ ഇന്ന് ടൂറിസം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ലോക ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്ന നമുക്ക് പ്രകൃതി സുന്ദരമായൊരു സ്ഥലമാണ് മൂന്നാർ. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം. പക്ഷെ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതിൻ്റെ പേരിൽ അവിടുത്തെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുന്ന വിധത്തിൽ ഉള്ള നടപടി സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ മൂന്നാറിലെ ടൂറിസം തകരും. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതികളായിരിക്കണം അവിടെ വേണ്ടത്. അതിനുവേണ്ടി
തോന്നുന്നത് പോലെ ഇവിടെ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഇന്നവിടുത്തെ കെട്ടിടം നിർമ്മിക്കുന്നതിന് യാതൊരുവിധ വ്യവസ്ഥയുമില്ല. ഈ പഞ്ചായത്ത് അനുമതി കൊടുത്താൽ കെട്ടിടം നിർമ്മിക്കാം. അതിനുവേണ്ടി അവിടെ ഉള്ള സംരക്ഷിച്ചുകൊണ്ടുള്ള, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിധത്തിലുള്ള കെട്ടിടം മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന വിധത്തിലൊരു നിയമനിർമ്മാണം ഗവൺമെൻറ് നടത്തണം. കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അതിനു വേണ്ടി ഒരു ബില്ല് തയ്യാറാക്കിയിരുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ അന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് വന്ന UDF ഗവൺമെൻറ് അക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവിടെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ, നല്ല ടൂറിസം സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഉള്ള ഒരു ഇടപെടൽ ഗവൺമെൻറ് നടത്തണം. അതിനൊരു നിയമനിർമ്മാണം തന്നെ നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. ഇന്ന് ചിലതിന് പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നു, കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നു. അത് അവിടുത്തെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള കെട്ടിടമാണോ എന്നൊന്നും പരിശോധിച്ചുകൊണ്ടുള്ളതല്ല ഇപ്പോൾ കൊടുക്കുന്ന അനുമതി. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ മൂന്നാർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ കയ്യേറ്റം എന്ന് പറഞ്ഞ് നടത്തുന്ന ആയാലും മറ്റ് പട്ടയഭൂമിയിലായാലും കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു വ്യവസ്ഥ കൊണ്ടുവരണം. അതെല്ലാം വലിയ തർക്കങ്ങൾക്ക് അവിടെ ഇടയാക്കുന്നുണ്ട്. ആക്ഷേപരഹിതമായി കാര്യങ്ങൾ ചെയ്യുന്നതാണ് മുതൽ മുടക്കുന്ന ആളുകൾക്കും സുരക്ഷിതത്വം. ഇപ്പോൾ അവിടെ ഭൂമി എടുക്കാൻ പോകുന്ന ആളുകൾ ഏതാണ് ശരിയായ ഭൂമി, ഏതാണ് അനധികൃതമായ കൈവശ ഭൂമി എന്നൊന്നും അറിയാതെ പോയി കെട്ടിടമെടുത്ത് അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് വളരെയധികം ആളുകൾ പ്രതിസന്ധിയിലായിട്ടുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഭൂമി ഏതാണ് കയ്യേറ്റ ഭൂമി, ഏതാണ് ശരിയായിട്ടുള്ള ഭൂമി, പട്ടയ ഭൂമി, ഇത് തരംതിരിച്ച് കണക്കാക്കി കുടിയേറ്റക്കാരായ ആളുകൾക്കെല്ലാം സുരക്ഷിതത്വം കൊടുക്കുക, കയ്യേറ്റക്കാരെ മുഴുവൻ തന്നെ ഒഴിപ്പിക്കുക. ഈ നടപടിയാണ് ആ കാര്യത്തിൽ സ്വീകരിക്കേണ്ടത്. അല്ല, ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ പ്രശ്നമല്ല ഇത്. ഒരു വകുപ്പ് എന്നുള്ള നിലയിലല്ല ഞങ്ങളിതിനെ കാണുന്നത്. ഇത് ഏകോപിതമായി ഗവൺമെൻറ്റാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു വകുപ്പ് എന്തെങ്കിലും ചെയ്താൽ ആ വകുപ്പിനെ മാത്രമല്ലല്ലോ അത് ബാധിക്കുക, ഗവൺമെൻറ്റിനെയാണല്ലോ ബാധിക്കുക. അതുകൊണ്ടൊരു വകുപ്പിനെ കുറ്റപ്പെടുത്താനുള്ള നിലപാടിലല്ല ഞാനിപ്പോൾ ഈ പ്രശ്നത്തെ സമീപിക്കുന്നത്. നിങ്ങളിപ്പോൾ റവന്യൂ വകുപ്പിനെ കുറ്റപ്പെടുന്ന എന്തെങ്കിലും ഒരു സംസാരം എൻ്റെ അടുത്ത് നിന്ന് കിട്ടുമോ? എന്താണ് നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷണം? ഏതായാലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി പരിഹരിക്കേണ്ടുന്ന പ്രശ്നമല്ല ഇത്. ഇത് ഇടതുപക്ഷ മുന്നണി ഇവിടെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇടപെടേണ്ടതൊരു പ്രശ്നമായിട്ടാണ് CPIM ഈ പ്രശ്നത്തെ കാണുന്നത്. നമുക്ക് അനുകൂലമായി ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്നൊരു പ്രശ്നം, അതിൻ്റെ ഭാഗമായിട്ടൊരു തർക്ക വിതർക്കം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. അല്ല, പട്ടയ വിതരണം നമ്മുടെ സഖാവ് പറഞ്ഞതുപോലെ ഇത് മുമ്പ് നടത്തിയിട്ടുള്ള വെരിഫിക്കേഷനും മറ്റ് പ്രശ്നങ്ങളൊക്കെ വെച്ചുകൊണ്ട് ധാരാളം കാലതാമസം ഉണ്ടാകുന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ കഴിഞ്ഞ VS ഗവൺമെൻറ് കാലത്തും കുറേയധികം പട്ടയം കൊടുത്തു, നിരവധി നടപടികൾ സ്വീകരിച്ചു. പക്ഷേ അന്നത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. UDF ഗവൺമെൻറ് വന്നപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത ഉടനെ തന്നെ അന്നത്തെ റവന്യൂ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു ഇടുക്കിയിലെ പട്ടയ വിതരണം മുഴുവൻ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കും. എന്നിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഞാനൊരു മോതിരം കൊടുക്കും എന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു. അവസാനം മോതിരം കൊടുക്കുന്നതിന് പകരം അവർ റവന്യൂ വകുപ്പ് തന്നെ മാറ്റി. അവസാനം തിരുവഞ്ചൂർ ഒരു രൂപത്തിലായി. ആ 1 വർഷം കാലം കൊണ്ട് പട്ടയം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഒരു പട്ടയം പോലും കൊടുത്തില്ല. അപ്പോൾ ഈ പട്ടയ വിതരണം താമസിപ്പിക്കാനുള്ള പരിപാടി എപ്പോഴും ഇവിടെ നടക്കുന്നുണ്ട്. ആ കെണിയിൽ വീണു പോകരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്നതിന് മുൻഗണന കൊടുക്കേണ്ടത് അതാണ്. മുഖ്യമന്ത്രി തന്നെ 3 യോഗം ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടത്തി കഴിഞ്ഞു, റവന്യൂ വകുപ്പുമായി ചേർന്നുകൊണ്ട് തന്നെ. അപ്പോൾ ആ എടുത്ത തീരുമാനങ്ങൾ നടപ്പു വരുത്തുന്നതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്. അത് മുൻകാലത്തുള്ളതുപോലുള്ള കാലതാമസം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നില്ല. 10,000-ഓളം പേർക്കുള്ള പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടിയിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് കൊടുക്കേണ്ടുന്ന ആളുകൾക്കും പട്ടയം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും.
അത് മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ നടത്തുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ട് ചെയ്യണം. ജനങ്ങളെന്ന് പറഞ്ഞാൽ കയ്യേറ്റക്കാരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അവിടുത്തെ ജനങ്ങളൊന്നും ഈ കയ്യേറ്റക്കാരുടെ കൂടെയല്ല. ആ ജനങ്ങളുടെ കൂടെ പിന്തുണയോടുകൂടി ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ കഴിയും. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അവിടുത്തെ MP-മാർ MLA-മാർ അങ്ങനെയുള്ളവരെ ഏതാണ് കയ്യേറ്റ ഭൂമി, ഏതാണ് കുടിയേറ്റ ഭൂമി എന്നതിനെക്കുറിച്ച് അവർക്കും കൂടി അറിയാൻ കഴിയും. എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് അവരെയും കൂടി ബോധ്യപ്പെടുത്താൻ കഴിയുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം പാർട്ടി നേതാവാണ്. MM മണി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അങ്ങനെയുള്ള ഏതൊരു സഖാവും പാർട്ടിയുടെ യശസ്സിന് യോജിക്കുന്ന വിധത്തിലുള്ള അഭിപ്രായ പ്രകടനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അതിനനുയോജ്യമായ അഭിപ്രായമല്ല സഖാവ് MM മണി നടത്തിയതെന്നതുകൊണ്ടാണ് സഖാവ് MM മണിയെ പരസ്യശാസനയ്ക്ക് വിധേയമാക്കാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. അതൊരു എല്ലാവർക്കും ഒരു പാഠമാണ്. അത് മണി ഇപ്പോൾ ഇത് നടപടിക്ക് വിധേയനായി. ബാക്കിയുള്ള എല്ലാവർക്കും സംസാരിക്കുമ്പോൾ, കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ പാർട്ടി നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരു മുന്നറിയിപ്പാണ് പാർട്ടി നടത്തിയിട്ടുള്ള ഈ നടപടി. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയെ സംബന്ധിച്ച് ആണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പല ആൾക്കും പലതും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അസംബ്ലിയിൽ തന്നെ കണ്ടില്ലേ, പെൺപിള ഒരുമേ എന്ന് പറഞ്ഞൊരു നേതാവ് പറഞ്ഞത് പെൺപിള എരുമ. ഉടനെ സ്ത്രീകളെ എരുമാന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് ശരിയാണോ? ഇപ്പോൾ പെൺപിള ഒരുമ എന്ന് പറഞ്ഞാൽ ഒരുമക്ക് പകരം പെൺപിള എരുമ എന്നാക്കിയതാരാ? കോൺഗ്രസിൻ്റെ നേതാവല്ലേ. അത് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ MM മണി അപ്പം അദ്ദേഹത്തിന് കൊടുക്കുന്നൊരു ആനുകൂല്യം നിങ്ങൾ എന്താണ് MM മണിക്ക് കൊടുക്കാത്തത്? അല്ല, അതുപോലെയാണ് ഓരോ വാക്കുകൾ പുറത്തു വരുമ്പോൾ സംഭവിക്കുന്നത്. അത് MM മണി പറഞ്ഞല്ലോ, ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു സ്ത്രീയെയും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. ഒരു സ്ത്രീയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീ എന്നുള്ള വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെല്ലാം അദ്ദേഹം വ്യക്തമാക്കിയില്ലേ? അല്ല, അത് അദ്ദേഹം നടത്തിയിട്ടുള്ള മൊത്തം പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ പാർട്ടി എന്നുള്ള നിലയിൽ പരിശോധിക്കുമ്പോൾ ഒരു നേതാവിൻ്റെ പ്രസംഗം എന്നുള്ള നിലയിൽ വരേണ്ടതൊരു പ്രസംഗങ്ങളല്ല. അതാണ് ഇതിൻ്റെ കാരണം. മന്ത്രിസ്ഥാനത്തുനിന്ന് മാറ്റേണ്ട വിധത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് പാർട്ടി വിലയിരുത്തിയിട്ടില്ല. ഏത് പ്രശ്നം വന്നാലും മന്ത്രി രാജിവെക്കണം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ UDF-ൻ്റെ ഒരു ഡിമാൻഡാണ്. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ അംഗീകരിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പാർട്ടിയിൽ പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. അത് പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള മിക്ക ആളുകളും ശാസനക്കൊക്കെ വിധേയമായിട്ടുണ്ട്, വിവിധ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ടുണ്ട്. അതൊക്കെ ഒരു പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് അച്ചടക്ക നടപടി. അത്തരം തെറ്റുകൾ പിന്നീട് അവരാവർത്തിക്കാതിരിക്കാനും മറ്റുള്ളവർ ചെയ്യാതിരിക്കാനുമാണ് അത്തരത്തിലുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. ഇപ്പോൾ പാർട്ടി പോളിറ്റ് ബ്യൂറോവിലുള്ള സഖാക്കൾ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ടില്ലേ? സഖാവ് EMS മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ EMS-നെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയിട്ടില്ലേ? ചെറിയ സെൻസറും അല്ലെങ്കിൽ താക്കീതൊക്കെ നായനാറെ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയിട്ടില്ലേ? VS-നെ വിധേയമാക്കിയിട്ടില്ലേ? പിണറായിനെ പാർട്ടി പോളിറ്റ് ബ്യൂറോ എന്ന് പിണറായിനെ VS-നെ മാറ്റി നിർത്തിയിട്ടില്ലേ? ഇതൊക്കെ പാർട്ടി അച്ചടക്കത്തിൻ്റെ ഭാഗമായി പാർട്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടി. ഇതൊന്നും കോൺഗ്രസിന് സ്വീകരിക്കാൻ പറ്റില്ല. കോൺഗ്രസിന് ഇങ്ങനെ പറഞ്ഞാൽ അറിയേയില്ല. അവരുടെ കാലത്ത് ഇതുപോലുള്ളൊരു പ്രശ്നത്തെ ആരെങ്കിലും പേര് നടപടി എടുത്തിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും ഇപ്പോൾ പറഞ്ഞ് പറയിപ്പിക്കണ്ട.
ശരി. ഹൈക്കോടതി എന്താണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ ഇരിക്കും, എനിക്ക് ഹൈക്കോടതി ഇത് കേൾക്കാൻ പറ്റുമോ? അങ്ങനെ അവര് കോൺഗ്രസ് എന്നുള്ള നിലയിൽ എടുത്തു പറഞ്ഞിട്ടില്ല. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെക്യുലർ ഡെമോക്രാറ്റിക് ലെഫ്റ്റ് പാർട്ടീസ് എന്നൊരു കാര്യമാണ് അവരുടെ എക്സിക്യൂട്ടീവ് അംഗീകരിച്ച പ്രമേയത്തിലുള്ളത്. കോൺഗ്രസ് എന്ന് പറയുന്നൊരു പാർട്ടിയുടെ പേര് എടുത്തു പറഞ്ഞതായിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനൊരു നിലപാട് CPI സ്വീകരിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കോൺഗ്രസിനുമായിട്ടുള്ള പ്രശ്നം ഞങ്ങൾ നേരത്തെ തന്നെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചതാണ്. കോൺഗ്രസ് ഇന്ന് സ്വീകരിച്ചു വരുന്ന സമീപനം BJP സ്വീകരിക്കുന്ന അതേ സാമ്പത്തിക നയമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന 10 വർഷത്തെ UPA ഭരണം, ആ ഭരണ നടപടികളാണ് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഇന്ത്യയിൽ അവസരം ഉണ്ടായി കൊടുത്തത്. 2004 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഗവൺമെൻറ്റിനെ താഴത്തിറക്കാൻ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കോൺഗ്രസിനെ പിന്താങ്ങി പാർലമെൻറ്റിൽ. അന്ന് ഇടതുപക്ഷത്തിന് 64 MP പാർലമെൻറ്റിലുണ്ടായിരുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് 1ാം UPA അധികാരത്തിൽ വന്നത്. എന്നാൽ ഇടതുപക്ഷത്തിനെ വിശ്വാസത്തിലെടുത്ത് RSSനെ ഒറ്റപ്പെടുത്താനോ BJPയെ ഒറ്റപ്പെടുത്താനോ ഉള്ള ഒരു സമീപനവും ആ UPA ഗവൺമെൻറ് കാലത്ത് സ്വീകരിച്ചില്ല. സാമ്രാജ്യത്വ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന സമീപനത്തിലേക്ക് കോൺഗ്രസ് ചെന്നെത്തുകയാണ് ചെയ്തത്. വമ്പിച്ച അഴിമതി നടത്തുന്ന ഒരു ഭരണമായി കോൺഗ്രസിൻ്റെ ഭരണം മാറി. ഉദാരവൽക്കരണ സാമ്പത്തിക നയം സ്വീകരിച്ചു. ഇത് ജനങ്ങളിൽ അസംതൃപ്തി ഉണ്ടായി. ആ അസംതൃപ്തി മുതലെടുത്തുകൊണ്ടാണ് BJP അധികാരത്തിൽ വരാൻ, ഒറ്റയ്ക്ക് അധികാരത്തിൽ വരാൻ അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. ആ കോൺഗ്രസ് അന്ന് സ്വീകരിച്ച നയത്തിൽ ഒരു മാറ്റവും ഇപ്പോൾ കോൺഗ്രസ് വരുത്തിയിട്ടില്ല. അങ്ങനെയുള്ള കോൺഗ്രസുമായി മുന്നണി ഉണ്ടാക്കുന്നത് BJPക്ക് അനുകൂലമായിട്ട് മാറും. അതാണ് ഉത്തർപ്രദേശിൽ കണ്ടത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന സംസ്ഥാനമായിരുന്നു. അവർ കോൺഗ്രസിൻ്റെ കൂടെ കൂടിയപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റും പോയി, സമാജ്വാദി പാർട്ടിക്ക് അഡ്രസ് ഇല്ലാണ്ടായി. ഇതാണ് കോൺഗ്രസുമായി കൂട്ടുകൂടിയപ്പോൾ ഉണ്ടായിരുന്ന ഉത്തർപ്രദേശിലെ അനുഭവം. ഈ അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കണം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുമായി ഇന്നത്തെ നിലത്തിൽ ഒരു യോജിപ്പുണ്ടാക്കുന്നത് അത് BJP ഉയർത്തുന്ന സാമ്പത്തിക നയങ്ങൾക്കുള്ള ബദലല്ല. ഇപ്പോൾ BJPയുടെ നിലപാടിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു ബദൽ നയം ആവിഷ്കരിക്കണം. അത്തരമൊരു നയം ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു പോരാട്ടമാണ് രാജ്യത്ത് വളർന്നു വരേണ്ടത്. അതിനുള്ള ചർച്ചയാണ് നാട്ടിൽ വരേണ്ടത്. അതിൽ ഇടതുപക്ഷ പാർട്ടികൾ തമ്മിൽ ആദ്യം യോജിപ്പുണ്ടാകണം. അതിനാണ് ഞങ്ങളിപ്പോൾ മുൻഗണന കൊടുക്കുന്നത്. അല്ല, അത് ഓരോരുത്തർക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ ആരെങ്കിലും നിഷേധിക്കേണ്ട കാര്യമില്ല. അവർ സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സമരം ചെയ്യാതിരിക്കുമോ? അത് സമരം ചെയ്യുന്ന ആളുകളാണ് ആ സമരത്തിൻ്റെ ഭാവി തീരുമാനിക്കേണ്ടത്. സുപ്രീം കോടതി വിധി പരിശോധിച്ച് ഗവൺമെൻറ് നിയമപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും. അല്ല, അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു പാർട്ടി തീരുമാനിക്കേണ്ടുന്ന വിഷയങ്ങളല്ല. നിയമപരവും ഭരണപരവുമായ കാര്യങ്ങളാണ്. അതൊരു രാഷ്ട്രീയ വിഷയമല്ല. അത് മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുകളെല്ലാം നമുക്ക് അറിയുന്നതാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ഓരോ സ്റ്റേറ്റുകളിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന നിലപാട് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി വന്ന ഗവൺമെൻറ് DGPയെ മാറ്റി. ആ അന്ന് മാറ്റിയതിനകത്ത് യാതൊരു തെറ്റും ഇല്ല. പക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി
ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ സുപ്രീം കോടതി വിധി പരിശോധിച്ച് നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഗവൺമെൻറ് ചെയ്യും. അതൊന്നും അതിനെപ്പറ്റിയൊന്നും കോടതി പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഒരു പെറ്റീഷനകത്ത് ആളുകൾ പല കാര്യങ്ങളും പറയും. അത് കോടതി വിധി എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ശരി. മൂന്നാർ കയ്യേറ്റ വിഷയം MM മണിയുടെ പ്രസംഗം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. വൻകിട കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നത് തന്നെയാണ് പാർട്ടി നിലപാട്. ഈ വിഷയത്തിൽ CPIM-നും CPI-ക്കും വ്യത്യസ്ത നിലപാട് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മൂന്നാർ പ്രശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റക്കെട്ടായ തീരുമാനമാണ് ഉള്ളത്. ചില പ്രശ്നങ്ങളിൽ വ്യത്യസ്ത പാർട്ടികളായി നിൽക്കുമ്പോൾ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ തന്നെ അത് മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ആ പ്രതികരണങ്ങൾ എന്നും കോടിയേരി പറഞ്ഞു.